കങ്കാരുക്കളുടെ മണ്ണിൽ ഇന്ത്യൻ കടുവകളുടെ ചരിത്ര വിജയം. മഴ മൂലം സിഡ്നി ടെസ്റ്റ് തടസ്സപ്പെട്ടതോടെ മത്സരം സമനിലയിൽ അവസാനിച്ചു. ഓസ്ട്രേലിയൻ മണ്ണിൽ ആദ്യമായാണ് ഇന്ത്യൻ ടീം പരമ്പര നേടുന്നത്. 3 സെഞ്ചുറി നേടിയ ചേതേശ്വർ പൂജാരയും ഫാസ്റ്റ് ബൗളർമാരുടെ കിടിലൻ പ്രകടന മികവും ഇന്ത്യയെ വിജയക്കൊടി നാട്ടാൻ സഹായിച്ചു. ഇതോടെ ഓസീസ് മണ്ണിൽ ടെസ്റ്റ് പരമ്പര വിജയിക്കുന്ന ആദ്യ ക്യാപ്റ്റൻ എന്ന ബഹുമതി വിരാട് കോഹ്ലി സ്വന്തമാക്കിയിരിക്കുകയാണ്. 12ാം പര്യടനത്തിലാണ് ഇന്ത്യ ആദ്യ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. 4ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 5ാം ദിവസത്തെ ആദ്യ സെക്ഷൻ മഴ മൂലം ഉപേക്ഷിച്ചതോടെയാണ് മത്സരം ഉപേക്ഷിക്കാനുള്ള തീരുമാനം വന്നത്. 4ാം ദിവസത്തെ കളിയും മഴ തടസ്സപ്പെടുത്തിയിരുന്നു. ഫോളോ ഓൺ ചെയ്യുന്ന ഓസീസ് 4ാം ദിവസം വെളിച്ചക്കുറവ് മൂലം കളി അവസാനിക്കുമ്പോൾ വിക്കറ്റ് നഷ്ടപ്പെടാതെ 6 റൺസ് എന്ന നിലയിലായിരുന്നു. 4ാം ദിനം വെറും 25.2 ഓവറുകൾ മാത്രമാണ് കളി നടന്നത്. അതേസമയം 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഓസീസ് നാട്ടിൽ ഫോളോ ഓൺ വഴങ്ങുന്നത്. 1988-ൽ ഇംഗ്ലണ്ടിനോട് ഫോളോ ഓൺ ചെയ്യേണ്ടി വന്നതിന് പിന്നാലെ 30 വർഷക്കാലത്തെ ടെസ്റ്റ് ചരിത്രത്തിൽ ഓസീസ് നാട്ടിൽ ഫോളോ ഓൺ ചെയ്തിട്ടില്ല. നേരത്തെ മെൽബണിൽ നടന്ന 3ാം ക്രിക്കറ്റ് ടെസ്റ്റിലും ഓസീസിനെ ഫോളോ ഓൺ ചെയ്യിക്കാൻ അവസരം ലഭിച്ചെങ്കിലും വിരാട് കോഹ്ലി രണ്ടാമത് ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. 1ാം ഇന്നിംഗ്സിൽ ഓസീസിനെ 300 റൺസിന് പുറത്താക്കിയ ഇന്ത്യ 322 റൺസിന്റെ ലീഡ് സ്വന്തമാക്കിയിരുന്നു. 5 വിക്കറ്റ് വീഴ്ത്തിയ ചൈനാമാൻ കുൽദീപ് യാദവാണ് ഓസീസിനെ തകർത്തത്. മഴ മൂലം 4ാം ദിനത്തിലെ ആദ്യ സെഷൻ മുഴുവൻ നഷ്ടമായിരുന്നു. തുടർന്ന് മത്സരം ആരംഭിച്ചതിന് പിന്നാലെ തലേ ദിവസത്തെ അതേ സ്കോറിൽ ഓസീസിന് പാറ്റ് കമ്മിൻസിന്റെ വിക്കറ്റ് നഷ്ടമായി. ഷമി കമ്മിൻസിന്റെ കുറ്റി തെറിപ്പിക്കുകയായിരുന്നു. പിന്നാലെ ഉറച്ചുനിന്ന പീറ്റർ ഹാൻഡ്സ്കോംബിനെ ബുംറ മടക്കി. 111 പന്തുകൾ നേരിട്ട് 37 റൺസ് എടുത്താണ് താരം മടങ്ങിയത്. പിന്നാലെ എത്തിയ നഥാൻ ലിയോണ് 5 പന്തുകളുടെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. അക്കൗണ്ട് തുറക്കും മുൻപ് ലിയോണിനെ കുൽദീപ് വിക്കറ്റിന് മുന്നിൽ കുടുക്കുകയായിരുന്നു. 258 റൺസിൽ വെച്ച് അവസാന വിക്കറ്റിൽ ഒത്തുചേർന്ന മിച്ചൽ സ്റ്റാർക്ക് ഹോസൽവുഡ് സഖ്യം 42 റൺസ് കൂട്ടിച്ചേർത്തു. ഹോസൽവുഡ് അക്കൗണ്ട് തുറക്കും മുൻപേ നൽകിയ ക്യാച്ച് ഹനുമാ വിഹാരി വിട്ടുകളയുകയായിരുന്നു. ഒടുവിൽ 45 പന്തുകൾ നേരിട്ട് 21 റൺസ് എടുത്ത ഹോസൽവുഡിനെ കുൽദീപ് വിക്കറ്റിന് മുന്നിൽ കുടുക്കി. 55 പന്തിൽ നിന്ന് 29 റൺസുമായി സ്റ്റാർക്ക് പുറത്താകാതെ നിന്നു. ഇന്ത്യയ്ക്കായി ഷമിയും ജഡേജയും 2 വിക്കറ്റുകൾ നേടി. ബുംറ 1 വിക്കറ്റ് എടുത്തു. സിഡ്നിയിൽ ശനിയാഴ്ച ചുഴലിക്കാറ്റും മഴയും ഉണ്ടായിരുന്നു. നേരത്തെ 3ാം ദിനം 80 ഓവറുകൾക്ക് ശേഷം 2ാം ന്യൂ ബോൾ എടുക്കാൻ നായകൻ വിരാട് കോഹ്ലി തീരുമാനിച്ചെങ്കിലും അതിനോടകം വെളിച്ചം മങ്ങിത്തുടങ്ങിയത് ഇന്ത്യക്ക് തിരിച്ചടിയായി. 3ാം ദിനം കളി അവസാനിക്കുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 236 റൺസ് എന്ന നിലയിലായിരുന്നു ഓസീസ്. വെളിച്ചക്കുറവ് മൂലം കളി നേരത്തെ അവസാനിപ്പിക്കുകയായിരുന്നു. 4ാം ദിവസം കളി 1 മണിക്കൂർ നേരത്തെ തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും കാലാവസ്ഥ വീണ്ടും വില്ലനാവുകയായിരുന്നു. 1 വിക്കറ്റിന് 128 റൺസിൽ നിന്ന് 6ന് 198 എന്ന നിലയിലേക്ക് വീണ ഓസീസ് ഹാൻഡ്സ്കോംബിന്റെയും പാറ്റ് കമ്മിൻസിന്റെയും ചെറുത്തുനിൽപ്പിലൂടെ 3ാം ദിനം അതിജീവിക്കുകയായിരുന്നു. മാർക്കസ് ഹാരിസ്, ഉസ്മാൻ ഖ്വാജ, ലബുഷെയ്ൻ, ഷോൺ മാർഷ്, ഡേവിഡ് ഹെഡ്, ടീം പെയിൻ എന്നിവരുടെ വിക്കറ്റുകളാണ് 3ാം ദിനം ഓസ്ട്രേലിയക്ക് നഷ്ടമായത്. നേരത്തെ ചേതേശ്വർ പൂജാരയുടെയും ഋഷഭ് പന്തിന്റെയും മികവിലാണ് ഇന്ത്യ കൂറ്റൻ സ്കോർ പടുത്തുയർത്തിയത്. 7 വിക്കറ്റിന് 622 റൺസ് എന്ന നിലയിൽ ഇന്ത്യ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തു. 193 റൺസിന് പൂജാര പുറത്തായതിന് പിന്നാലെ ഋഷഭ് ഡ്രൈവിംഗ് സീറ്റ് ഏറ്റെടുക്കുകയായിരുന്നു. 189 പന്തിൽ 15 ഫോറും 1 സിക്സും അടക്കം ഋഷഭ് 159 റൺസ് അടിച്ചു. പൂജാരയുമായി 89 റൺസ് കൂട്ടുകെട്ടുണ്ടാക്കിയ ഋഷഭ് ജഡേജയോടൊപ്പം 204 റൺസ് ഇന്ത്യൻ സ്കോറിലേക്ക് കൂട്ടിച്ചേർത്തു. ഋഷഭിന്റെ കരിയറിലെ 2ാം ടെസ്റ്റ് സെഞ്ചുറിയാണിത്. ആദ്യ സെഞ്ചുറി ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു. ഓസ്ട്രേലിയൻ മണ്ണിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡും ഋഷഭ് സ്വന്തം പേരിൽ കുറിച്ചു. നേരത്തെ ഇരട്ട സെഞ്ചുറിക്ക് 7 റൺസ് അരികെ വെച്ചാണ് പൂജാര പുറത്തായത്. 373 പന്തിൽ 22 ഫോറിന്റെ അകമ്പടിയോടെ ബാറ്റ് ചെയ്തിയ പൂജാരയെ നഥാൻ ലിയോൺ പുറത്താക്കുകയായിരുന്നു. 9 മണിക്കൂറും 8 മിനിറ്റും ക്രീസിൽ ചെലവഴിച്ചായിരുന്നു പൂജാരയുടെ മനോഹര ഇന്നിംഗ്സ്. പൂജാര പുറത്തായ ശേഷം ക്രീസിലെത്തിയ രവീന്ദ്ര ജഡേജ ഋഷഭിന് മികച്ച പിന്തുണ നൽകി. 81 റൺസ് അടിച്ച ജഡേജയെ ലിയോൺ പുറത്താക്കിയതിന് പിന്നാലെ വിരാട് ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു.